നാടിനെ ഞെട്ടിച്ച കോഴിക്കോട് എലത്തൂർ കൊലപാതകത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. യുവതി അതിദാരുണമായി കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് കണ്ടെത്തൽ. മരണനിമിഷത്തിലും യുവതിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സംഭവസ്ഥലത്ത് പോലീസ് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ഉറക്ക ഗുളികയുടെ അംശം ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തി. ചോരമരയ്ക്കുന്ന അരുങ്കൊലയാണ് ജനുവരി 24-ന് മോരിക്കരയിലെ ഐഡിയൽ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ നടന്നത്. ഭാര്യ സഹോദരിയെ ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി പ്രതി വൈശാഖൻ കൃത്യം ആസൂത്രിതമായി നടത്തിയെന്നാണ് വ്യക്തമാകുന്നത്. ഒരു പതിറ്റാണ്ട് നീണ്ട ലൈംഗിക ചൂഷണമാണ് യുവതിയുടെ ജീവൻ പിഴുതെടുത്തുകൊണ്ട് വൈശാഖൻ അവസാനിപ്പിച്ചത്. യുവതിക്ക് 16 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പീഡനം മുതിർന്നപ്പോഴും തുടർന്നു. സ്വകാര്യ ദൃശ്യങ്ങളും ഇരുവരുടെയും കയ്യിലുണ്ടായിരുന്നു. എന്നാൽ യുവാവിന് മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയം യുവതിക്കുണ്ടായി. ഇതേ ചൊല്ലി തർക്കങ്ങളായി. സത്യമെല്ലാം സഹോദരിയോട് പറയുമെന്ന് യുവതി ഭീഷണി മുഴക്കി. യുവാവിന്റെ കയ്യിലുള്ള ദൃശ്യങ്ങളെക്കുറിച്ച് യുവതിക്കും ആശങ്കയുണ്ടായിരുന്നു. ഇതോടെയാണ് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വൈശാഖന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വർക്ക്ഷോപ്പിൽ എത്തിയപ്പോൾ തന്നെ മയക്കുഗുളികകൾ കലക്കിയ ജ്യൂസ് യുവതിക്ക് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മുതൽ യുവതി അർദ്ധമയക്കത്തിലായി. രണ്ടുപേരും മരിക്കുന്നുവെന്ന വ്യാജേനെ ഫാൻ ഹുക്കിൽ 2 കുരുക്കുകളുണ്ടാക്കി. ഇതിനിടെ ജീവനൊടുക്കാൻ വിസമ്മതിച്ച യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു. സ്റ്റൂളിൽ കയർ നിന്ന് യുവതി കുരുക്കിട്ടതോടെ സ്റ്റൂൾ തട്ടിമാറ്റി. ആ ഘട്ടത്തിലും യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. പിന്നെ കയറഴിച്ച് നിലത്തി കിടത്തിയ ശേഷം മൃതദേഹത്തോടും ലൈംഗിക വൈകൃതം കാട്ടി. രണ്ടുപേരും ജീവനൊടുക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ യുവതിയെ പ്രതി തന്നെയാണ് ആശുപത്രിയിലെത്തിച്ചത്. ജീവനൊടുക്കാൻ ശ്രമിച്ചയാൾ എങ്ങനെയാണ് വാഹനമോടിച്ച് യുവതിയെ ആശുപത്രിയിലെത്തിക്കുകയെന്ന സംശയം പോലീസിന് തോന്നിയിരുന്നു. തുടർന്ന് CCTV പരിശോധിച്ചതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കൊലപാതകം നടന്ന സ്ഥലത്ത് ഫോറൻസിക് പരിശോധനയിൽ ജ്യൂസിൽ കലർത്താൻ ഉപയോഗിച്ച ഉറക്ക ഗുളികയുടെ അംശം കണ്ടെത്തി. യുവതിയെ മർദ്ദിച്ചതിന്റെ തെളിവുകളും ലഭിച്ചു. അതേസമയം യുവതിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ഡയറി കേസിൽ നിർണായകമാകും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാരണക്കാരൻ വൈശാഖനാണെന്ന് യുവതി കുറിച്ചിരുന്നു. പ്രായപൂർത്തിയാകും മുൻപ് തന്നെ പ്രതി ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായ വിവരങ്ങളും ഡയറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. യുവതിയുടെ ഡയറി തന്നെയാണോ എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്തും. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് കരുതുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.